മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സഹായമായി ലഭിച്ച തുകയിൽ നിന്ന് EMI ഈടാക്കിയതിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. വയനാട് കൽപ്പറ്റയിലെ ഗ്രാമീൺ ബാങ്കിന് മുന്നിലാണ് പ്രതിഷേധം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാങ്ക് ഉപരോധിക്കുന്നു. ബാങ്കിലേക്ക് മാർച്ച് നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും വ്യക്തമാക്കി. സുർജിത്ത് അയ്യപ്പത്തിലേക്ക് നമുക്ക് പോവാം. സുർജിത്ത്, പ്രതിഷേധം അവിടെ തുടങ്ങിയിരിക്കുന്നു അവരല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത്? സ്മിത, ക്രിസ്റ്റീന, ഈ ദുരന്തബാധിതരുടെ കയ്യിൽ നിന്ന് അവർ എടുത്ത ധാരാളം കാര്യങ്ങൾക്ക് EMI എടുത്തിരുന്നു. ആ EMI എടുത്ത വായ്പാ തുക ഈ ധനസഹായമായി ലഭിച്ച ആ തുകയിൽ നിന്ന് ഈടാക്കുന്ന ഒരു സ്ഥിതി ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ തുക ഈടാക്കരുത് എന്നുള്ള അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ട് പോലും അത് അംഗീകരിക്കാൻ ബാങ്കുകൾ തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് DYFI അടക്കമുള്ള യുവജന സംഘടനകൾ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. DYFIയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം ഇവിടെ പുരോഗമിക്കുകയാണ്. ഇതുപോലെ തന്നെ ഇവിടേക്ക് മാർച്ച് യൂത്ത് ലീഗും ഒപ്പം യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നേരത്തെ തന്നെ DYFI പ്രവർത്തകർ ഇവിടെ എത്തി ബാങ്കിന് മുന്നിൽ ഉപരോധ സമരം നടത്തുകയാണ്. പല കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് തോട്ടം മേഖലയിൽ ഉള്ള ആളുകളാണ് ഈ ദുരന്ത ബാധിതരായിട്ടുള്ള മനുഷ്യർ. അവർ വായ്പകൾ എടുത്തിരുന്നു. ആ വായ്പകളിൽ വന്ന തുക, ആ തുകയാണ് ഇത്തരത്തിൽ ധനസഹായമായി ലഭിച്ച തുകയിൽ നിന്ന് ഈടാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. ഇതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് യുവജന സംഘടനകൾ നീങ്ങാനുള്ള കാരണം. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി യുവജന സംഘടനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. DYFIയുടെ പ്രവർത്തകർ മാത്രമല്ല, ഇത്തരത്തിൽ മറ്റ് യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ വഴിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. DYFIയുടെ ജില്ലാ സെക്രട്ടറി റഫീഖ് നമ്മോട് സംസാരിക്കും. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ? ഇവിടെ നമുക്കറിയാം, അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നിലപാടാണ് ഗ്രാമീൺ ബാങ്ക് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ ജനതയാകെ ഈ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി, കേരളത്തിലെ സർക്കാരും അതുപോലെ തന്നെ ജനങ്ങളാകെയും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ധനസഹായത്തിൽ നിന്നും EMI പിടിക്കുക എന്ന രൂപത്തിലേക്കുള്ള അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നിലപാട് ഗ്രാമീൺ ബാങ്ക് സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് കേരളീയ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. കാരണം കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി ഇതിനെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കാതെ അതിന് വെല്ലുവിളിയായി നിന്നുകൊണ്ടാണ് ഈ ബാങ്ക് ആ നിലയിലുള്ള നിലപാട് സ്വീകരിച്ചുള്ളത്. അടിയന്തരമായി ഈ പിടിച്ചിട്ടുള്ള പണം തിരിച്ചു കൊടുക്കാൻ തയ്യാറാവണം. തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ, ഈ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയാൻ ഗ്രാമീൺ ബാങ്ക് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് DYFI സമരം നടത്തുന്നത്. ഇത് മറ്റു ബാങ്കുകൾക്ക് ഉൾപ്പെടെ ഒരു പാഠമായി മാറണം. ഒരു ബാങ്കും ഈ രൂപത്തിൽ ഈ പാവപ്പെട്ട ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ പണം പിടിക്കുന്ന രൂപത്തിലേക്ക് ഇനി നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. കേരളത്തിലെ ഒരു ബാങ്ക് വളരെ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചത് നമുക്കറിയാം. കേരള ബാങ്ക് എല്ലാ കടങ്ങളും എഴുതിത്തള്ളിക്കൊണ്ട് കേരളീയ ബാങ്കുകൾക്കെല്ലാം മാതൃകയാവുന്ന നിലപാട് സ്വീകരിച്ചതാണ്. എന്നാൽ തിരിച്ച് അതിന് വിപരീതമായി ഇത് എഴുതിത്തള്ളിയില്ല എന്ന് മാത്രമല്ല, ഗവൺമെൻറ് അനുവദിച്ച 10,000 രൂപയിൽ നിന്നുൾപ്പെടെ തങ്ങളുടെ പണം പോരട്ടെ എന്ന രൂപത്തിലുള്ള നിലപാട് അങ്ങേയറ്റം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് സ്വീകരിച്ചുള്ളത്. ഇത് അങ്ങേയറ്റം വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് കേരളീയ സമൂഹം ഇതിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ഇത് തിരിച്ചു കൊടുക്കാനും മാപ്പ് പറയാനും തയ്യാറാകണം. ഗ്രാമീൺ ബാങ്കിന് മുന്നിലാണ് ഇപ്പോൾ DYFI ഉപരോധം നടത്തുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് അവർ. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് EMI തിരിച്ചു പിടിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമാകണം. അതോടൊപ്പം തന്നെ അവരുടെ മൊറട്ടോറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നൊരു തീരുമാനമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് ഈ പ്രതിഷേധത്തിന്റെ സമരത്തിൽ അതിന്റെ വാർത്തകളുമായി നമുക്കൊപ്പം ചേർന്നത്.